നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. വിദേശ രാജ്യങ്ങളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കും നിലവിൽ യുഎസിൽ ജോലി ചെയ്യുന്നവർക്കും പ്രത്യേകിച്ച് IT മേഖലകളിലുള്ളവർക്കും ഏറെ പ്രിയപ്പെട്ട ഒന്നാണ് H1B വിസ. എന്നാൽ ഈ വിസയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫ്ലോറിഡയിൽ നിന്നും പുറത്തു വരുന്നത് വളരെ ആശങ്കയുണ്ടാക്കുന്ന വാർത്തകളാണ്. ഫ്ലോറിഡയിലെ 2026 ഗവർണർ സ്ഥാനാർത്ഥിയായ ജെയിംസ് ഫിഷ്ബാക്ക് H1B വിസക്കാർക്കെതിരെയും അവരെ നിയമിക്കുന്ന കമ്പനികൾക്കെതിരെയും അതിശക്തമായ നിലപാടുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിദേശ തൊഴിലാളികളെ നിയമിക്കുന്ന കമ്പനികൾക്ക് $2 ലക്ഷം വരെ പിഴയും സർക്കാർ കരാറുകളിൽ നിന്ന് അത്തരം കമ്പനികളെ വിലക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വാഗ്ദാനം. എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ? ഇത് മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാരെ എങ്ങനെ ബാധിക്കുമെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. 2026 ഫ്ലോറിഡ സ്ഥാനാർത്ഥിയായ ജെയിംസ് ഫിഷ്ബാക്ക് വീണ്ടും H1B വിസ പ്രോഗ്രാമിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. വിദേശ തൊഴിലാളി പ്രോഗ്രാമിനെ ഫിഷ്ബാക്ക് രൂക്ഷമായി തന്നെ വിമർശിച്ചിട്ടുണ്ട്. 2025 ഡിസംബറിൽ സംസ്ഥാന ഏജൻസികളിലെ എല്ലാ H1B തൊഴിലാളികളെയും പിരിച്ചുവിടുമെന്നും US പൗരന്മാർക്ക് പകരം വിദേശ തൊഴിലാളികളെ നിയമിക്കുന്ന കമ്പനികളുമായുള്ള സംസ്ഥാന കരാറുകൾ റദ്ദാക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. H1B വിസ എന്നത് ഫെഡറൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒന്നാണെങ്കിലും ഒരു സംസ്ഥാന ഗവർണർ എന്ന നിലയിൽ തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എല്ലാം ചെയ്യുമെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. ഫ്ലോറിഡയിൽ ഏകദേശം 1 ലക്ഷത്തോളം കമ്പനികൾ സംസ്ഥാന സർക്കാരിന്റെ കരാറുകളെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഫിഷ്ബാക്കിന്റെ പ്രഖ്യാപനം അനുസരിച്ച് ഏതെങ്കിലും കമ്പനി H1B തൊഴിലാളികളെ നിയമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്ലോറിഡ സർക്കാരിന്റെ ഒരു കരാറും നൽകില്ല. സോഫ്റ്റ്വെയർ മുതൽ കൺസ്ട്രക്ഷൻ വരെയുള്ള മേഖലകളിൽ കോടിക്കണക്കിന് ഡോളറാണ് സർക്കാർ ചെലവാക്കുന്നത്. ഈ പണം വേണമെങ്കിൽ വിദേശ തൊഴിലാളികളെ ഒഴിവാക്കി അമേരിക്കൻ പൗരന്മാരെ മാത്രം നിയമിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. ആമസോൺ ഉൾപ്പെടെയുള്ള വമ്പൻ കമ്പനികൾക്ക് പോലും ഈ നിയമം ബാധകമായിരിക്കും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓരോ H1B തൊഴിലാളിക്കും $1 ലക്ഷം പിഴ ചുമത്തുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഈ തുക ഇരട്ടിയാക്കുമെന്നാണ് ഫിഷ്ബാക്ക് പറയുന്നത്. അതായത് ഒരു കമ്പനി ഒരു H1B തൊഴിലാളിയെ നിയമിച്ചാൽ പ്രതിവർഷം $2 ലക്ഷം പിഴയായി ഫ്ലോറിഡ സർക്കാരിന് നൽകേണ്ടി വരും. ഇത്രയും വലിയ തുക പിഴ നൽകി ഒരു വിദേശിയെ നിയമിക്കാൻ ഒരു കമ്പനിയും തയ്യാറാവില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ. എന്തുകൊണ്ടാണ് ഇത്രയും കടുത്ത നിലപാട് സ്വീകരിച്ചതെന്നും ഫിഷ്ബാക്ക് പറയുന്നുണ്ട്. H1B വിസ യഥാർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞർക്കും എഞ്ചിനീയർമാർക്കും വേണ്ടിയുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന വിദേശികളെ രാജ്യത്തേക്ക് എത്തിക്കാമെന്നുള്ള ഒരു മാർഗമായി മാറിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു. നിലവിൽ അനുവദിക്കപ്പെടുന്ന H1B വിസകളിൽ 72% എൻട്രി ലെവൽ മേഖലകളിലാണ് ഉള്ളത്. അക്കൗണ്ടിംഗ്, IT സപ്പോർട്ട്, ഫിനാൻഷ്യൽ അനാലിസിസ് തുടങ്ങിയ ജോലികൾ ചെയ്യാൻ യോഗ്യരായ പൗരന്മാർ US തന്നെ ഉണ്ട്. അവരെ ഒഴിവാക്കി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കുറഞ്ഞ ശമ്പളത്തിന് ആളുകളെ ജോലിക്ക് നിയമിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു. ഫ്ലോറിഡയിലെ 7-Eleven പോലെയുള്ള സ്ഥാപനങ്ങളിൽ പോലും ഇത്തരത്തിൽ വിദേശികളെ നിയമിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനാൽ US ബിരുദധാരികൾക്ക് ജോലി ലഭിക്കാതെ വരികയും അവർ ബുദ്ധിമുട്ടുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. 1990 ഇമിഗ്രേഷൻ ആക്ട് പ്രകാരം കോൺഗ്രസ് ആണ് H1B പ്രോഗ്രാം സൃഷ്ടിച്ചത്. കോൺഗ്രസ് അത് അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. US H1B വിസയുടെ 70%-ലധികം ഉപയോഗിക്കുന്നത് ഇന്ത്യൻ പ്രൊഫഷണലുകളാണ്. അതിനാൽ തന്നെ ഇത്തരം ഒരു നീക്കം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെയാണ്. ഫ്ലോറിഡയിലെ കമ്പനികൾ പിഴ പേടിച്ച് വിദേശികളെ നിയമിക്കാതിരുന്നാൽ അത് പുതിയ തൊഴിലവസരങ്ങൾ ഇല്ലാതെയാക്കും. കൂടാതെ നിലവിൽ അവിടെ ജോലി ചെയ്യുന്നവരുടെ വിസ പുതുക്കലിനെയും ഇത് പ്രതികൂലമായി ബാധിച്ചേക്കാം.